ഓക്കെ. അല്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ എക്സസൈസ് 2.3 ഫങ്ഷനുമായി ബന്ധപ്പെട്ടതാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് 2.3 ഏത് കണക്കാണ് ആദിദേവെ ആദ്യം ചെയ്യാൻ പറഞ്ഞേ? പേര് വിളിക്കുന്നവർ വേഗം വേഗം ഉത്തരം പറയുക. എക്സസൈസ് 2.3 ഏത് ക്വസ്റ്റ്യനാണ് ആദ്യം ചെയ്യാൻ പറഞ്ഞത്? ഹലോ സാർ, ഞാൻ ചെയ്തില്ലായിരുന്നു. നല്ല കാര്യം. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് 9 മണിക്കുള്ളിൽ ഹോംവർക്ക് ചെയ്ത ബുക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. പറഞ്ഞു കേട്ടല്ലോ. ആദിനാഥേ, ഏതായിരുന്നു ഹോംവർക്ക് പറഞ്ഞേ? സാർ, ഞാൻ കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു, പക്ഷെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതാ ചോദിച്ചത്, ഏതായിരുന്നു ഹോംവർക്ക്? എക്സസൈസ് 2.3 എക്സസൈസ് 2.3 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ആ ഒന്നാമത്തെ ചോദ്യത്തിന് 3 സബ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ 3 സബ് ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ആദ്യം സംശയം ഉള്ളവർക്ക് മറുപടി പറയാൻ അവസരം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഇല്ലാത്തവർക്ക് സംശയമുണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ കണക്കിൽ സംശയമുണ്ട്. ഓക്കെ. ഒന്നിന്റെ ഒന്നിൽ ആർക്ക് സംശയമില്ലല്ലോ? ഇല്ല. അപ്പൊ ആദ്യം അത് വായിച്ചാട്ടെ. ഒന്നിന്റെ ഒന്ന് സബ് ക്വസ്റ്റ്യൻ ആണോ സാറേ? ഏതാ മോനെ? ഒന്നിന്റെ സബ് ക്വസ്റ്റ്യൻ ആണോ? അല്ല, ആദ്യം മെയിൻ ക്വസ്റ്റ്യൻ വായിക്കാം. Which of the following relations are functions? Give reason. If it is a function, determine its domain and range. അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം, താഴെ കൊടുത്തിരിക്കുന്ന റിലേഷൻസിൽ ഏതൊക്കെയാണ് ഫങ്ഷൻസ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റീസൺ പറയണം. ഇനി അതൊരു ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈനും റേഞ്ചും പറയണം. അടുത്ത വായിച്ചാട്ടെ. Set ordered by 2 1 5 1 8 1 11 1 14 1 17 1. ഓക്കെ. അതൊരു റിലേഷൻ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ റിലേഷൻ ഒരു ഫങ്ഷൻ ആണോ? ആണ്. എന്തുകൊണ്ട്? അതില് ഡൊമൈനില് ഉള്ള എലമെന്റ്സിന് കോഡൊമൈനിൽ ഒരു ഇമേജേ ഉള്ളൂ. അപ്പം നമ്മൾ എഴുതി വെക്കേണ്ടത്, ഈച്ച് എലമെന്റ് ഇൻ ദ ഡൊമൈൻ ഈസ് റിലേറ്റഡ് ടു വൺ ആൻഡ് ഓൺലി വൺ എലമെന്റ് ഇൻ ദ കോഡൊമൈൻ എന്ന് എഴുതേണ്ടത് കേട്ടോ. ആൻസർ എഴുതാത്തവർ, റീസൺ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഈച്ച് എലമെന്റ് ഇൻ ദ ഡൊമൈൻ ഈസ് റിലേറ്റഡ് ടു വൺ ആൻഡ് ഓൺലി വൺ എലമെന്റ് ഇൻ ദ കോഡൊമൈൻ എന്ന് എഴുതുമ്പോഴാണ് റീസൺ ആവുന്നത്. ആരെങ്കിലും ആ റീസൺ എഴുതാനുണ്ടോ? ഒന്നുകൂടെ പറയണോ? എവരി എലമെന്റ് ഇൻ ദ ഡൊമൈൻ, എവരി എലമെന്റ് ഇൻ ദ ഡൊമൈൻ. എഴുതിയോ? ഹാസ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്, വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ദ കോഡൊമൈൻ, ഇൻ ദ കോഡൊമൈൻ. എഴുതി കഴിഞ്ഞു. ഇനി ഇത് ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിനാഥേ, ഒന്നാമത്തെ ഫങ്ഷന്റെ ഡൊമൈൻ ഏതാ? സെറ്റ് 2 5 8 11 14 17. ഓക്കെ, ശരിയാണ്. റേഞ്ച് സെറ്റ് 1. സെറ്റ് 1. ഇത്രയും ശരിയായിട്ടുള്ളവർക്ക് റെഡ് എങ്കിൽ തന്നെ ശരിയിടാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തിൽ? ഇല്ല. അഭയദേവേ, അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. അഭയദേവ്. അതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. സെറ്റ് 2 1 4 2 6 3 8 4 10 5 12 6 14 7. ഓക്കെ. അപ്പം ഇതൊരു റിലേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഫങ്ഷൻ ആണോ എന്നാണ് ചോദ്യം. പറയൂ, ഫങ്ഷൻ ആണോ? ആണ് സാർ. ആണ്. കാരണം എല്ലാ എലിമെന്റും ഡൊമൈനിൽ
ഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും കോഡൊമൈനിൽ ഒരൊറ്റ ഇമേജേ ഉള്ളൂ. അപ്പോൾ എന്തോ സെൻറ്റൻസ് എഴുതി വെക്കേണ്ടത്? എവരി എലമെൻറ്റ് ഇൻ ദ ഡൊമൈൻ ഡൊമൈൻ The domain is related to one and only one element in the codomain. ഓക്കെ കറക്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചും പറഞ്ഞാട്ടെ. Domain 2, 4, 6, 8, 10, 12, 14. ഓക്കെ, റേഞ്ചോ 1, 2, 3, 4, 5, 6, 7. ശരിയാണ്. അവിടെ റെഡ് എങ്കിൽ ശരിയിടാം. ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 അഭിനവ് കൃഷ്ണ വായിച്ചേ. 1-ന്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ സെറ്റ് 1, 3, 1, 5, 2, 5. ആൻസർ ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ട്? ഇത് രണ്ട് ഇമേജ്, ഒന്നിൽ കൂടുതൽ ഇമേജ്. അതായത് 1 എന്ന് പറയുന്ന എലമെന്റിന് എത്ര ഇമേജ് ഉണ്ട്? 2. അപ്പോൾ ദ എലമെന്റ് 1 ഹാസ് two different images. Two different images. So it is not a function. അപ്പോൾ ആ ഒന്നാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഇല്ല സാർ. ഇല്ല. ഇനി അടുത്തത് അതിൻ്റെ ഇനി എത്ര ചോദ്യമായിരുന്നു? മൂന്നാമത്തെ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? മൂന്നാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം അഭിനവ് എസ് വായിച്ചാട്ടെ. A function f is defined by f of x is equal to 2x minus 5. Write down the values of f of x, f of 7, f of minus 3. f of x ആണ് ആദ്യത്തെ. f of 0 അല്ലേ? f of 0. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന f of x എടുത്ത് അങ്ങോട്ട് എഴുതി. ഇനി f of 0 എങ്ങനെ അഭിനവയെ കണ്ടുപിടിക്കുന്നത്? എക്സിന്റെ പകരം 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ബുക്കിൽ എഴുതിയേക്കുന്ന പോലെ സ്റ്റെപ്പ് വായിച്ചാട്ടെ. എന്തോ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഡൗട്ട് ഉണ്ടോ? അത് ഏതെങ്കിലും പാർട്ട് മാത്രം ഡൗട്ട്? രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ടെന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താങ്കൾക്ക് മൊത്തത്തിൽ സംശയമാണോ അതോ അതിലെ ഏതെങ്കിലും പാർട്ട് മാത്രമാണോ സംശയം എന്നാണ് ചോദ്യം. മൊത്തത്തില്. അപ്പോൾ എഫ് ഓഫ് എക്സ് is equal to 2x minus 5 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. എഴുതാത്തവർ എൻ്റെ കൂടെ റെഡ് എങ്കിൽ എഴുതിക്കോണം. ഓക്കെ, അപ്പോൾ അഭിനവേ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞ ആരുടെ വാല്യൂ ആയിരുന്നു? f of 0. പറഞ്ഞാട്ടെ. എഫ് ഓഫ് 0 എങ്ങനെ കണ്ടുപിടിക്കും? 2 into എക്സ് ഉള്ള സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. 2 into 0 minus 5. 2 into 0 0. അഭിനവ് സ്റ്റെപ്പ് പറയാം, ഞാൻ എഴുതുന്നേ ഉള്ളൂ. 0 minus 5. ആൻസർ minus 5. ഓക്കെ, നവനീതിൻ്റെ ആദ്യത്തെ സംശയം മാറിയോ? അതല്ല സാർ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ. ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. 1 3 ഏതൊക്കെ ചെയ്യാൻ പറഞ്ഞു? 1 3 പിള്ളേരെ 1 3 ഏതൊക്കെയാ? 1 3 4. ഓക്കെ, അപ്പൊ താങ്കൾക്ക് ഈ ചോദ്യത്തിൽ സംശയമില്ല? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചത് അഭിനവ് എസിനെയാണ്. ആദിത്യ, എഫ് ഓ 7 എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാട്ടെ. ആദിത്യൻ ഇല്ല. അദ്വൈത് സാർ
FO7 എങ്ങനെ അദ്വൈത കണ്ടുപിടിക്കുന്നേ? f of 7 is equal to 2 into 7 minus 5 ഈക്വൽ 14 minus 5 ഈക്വൽ 9. 9. ശരിയാണ്, അവിടെ ടിക്ക് ഇട്ടോളാം. ഓക്കെ, അടുത്തത് അഗ്നിദേവേ. ഇനി ആരെയാ കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ സബ് ക്വസ്റ്റിനകത്ത്? അഗ്നിദേവ്. ഹലോ സാർ, ഇനി അടുത്ത മൂന്നാമത്തെ സബ് ക്വസ്റ്റിനകത്തിൽ ആരെയാ കണ്ടുപിടിക്കണ്ടേ? ഞാൻ കഴിഞ്ഞ മാസം കേറിയില്ലായിരുന്നു. അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാതിരിക്കരുത്, ഗ്രൂപ്പിൽ നോക്കി വർക്ക് നോക്കി ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. അമൃത ശ്രീകുമാർ, f(-3) എങ്ങനെ കണ്ടുപിടിക്കും? f(-3) 2 into -3 minus 5 equals 6 plus 5. ഈ 6 ആണോ? -6 -6 plus 5. തെറ്റാ. -6 -5 ഒന്നില്ലേ? ക്വസ്റ്റ്യൻ നോക്ക്. f(x) = 2x - 5 എന്നല്ലേ ചോദ്യം. അതിൽ എക്സിന് പകരം -6 എന്ന് കൊടുക്കുക. അപ്പൊ 2 into -3 minus 5. 2 into -3 -6 -6 minus 5. ആൻസർ -11. -11. ശരിയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ 3 സബ് ക്വസ്റ്റ്യനിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ആണോ ശ്രീ നവനീത് സാർ സംശയം ഉന്നയിച്ചത്? എന്തോ സാർ? നവനീത് സാറിന്റെ സംശയം 4ാമത്തെ ചോദ്യമാണോ? അല്ലല്ല, ഞാൻ രണ്ടാമത്തെ ഉണ്ടെന്ന് വെച്ച് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 4 ഉണ്ട് സാർ. ഉണ്ട്. ആർക്കായിരുന്നു? നാലാമത്തെ സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീ ആനന്ദ് വിജയുടെ സഹായത്തോടെ നമുക്ക് 4ാമത്തെ കണക്ക് ചെയ്യാം. ആനന്ദ് ആദ്യം ചോദ്യം ഒന്ന് വായിച്ചേ. The function t which map temperature in degree Celsius into temperature degree in defined by T of C is equal to temperature in degree Celsius into temperature in degree Fahrenheit. Degree Fahrenheit is defined by T of C is equal to 9C by 5A plus 32. ശ്രദ്ധിക്കുക, ചോദ്യത്തിന് അർത്ഥം ഇത്രയാണ്. നിങ്ങൾ ഫിസിക്സിൽ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 8, 9, 10 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ ചൂടിൻ്റെ അല്ലെങ്കിൽ തണുപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെഷറായിട്ടാണ്, അളവായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എന്ത് പറയുന്നത്? അയ്യോ അല്ല, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒന്നിലൊരു വസ്തുവിന് ചൂടുണ്ട് അല്ലെങ്കിൽ തണുപ്പുണ്ട്, അതിന് പറയുന്ന പേരാണെന്ത്? ടെമ്പറേച്ചർ. എന്താ പറയുന്നത്? അല്ലയോ? ആ ടെമ്പറേച്ചർ അളക്കാൻ പ്രധാനമായിട്ടും 3 സ്കെയിലുകളാണുള്ളത്. ഏതൊക്കെ സ്കെയിലുകളാണുള്ളത്? ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലുകൾ ഏതൊക്കെയാണ്? മാത്തമാറ്റിക്സ് അല്ല, ഫിസിക്സ് ഞാൻ ചോദിക്കുന്നത്. 2 എണ്ണം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫിസിക്സിനകത്ത് നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഇത് 3ഉം തമ്മിലുള്ള കൺവേർഷൻ ആവശ്യമാണ് സംഗതി. അതായത് ഡിഗ്രി സെൽഷ്യസ് തന്നാൽ അതിനെ ഫാരൻഹീറ്റിലേക്കും കെൽവിനിലേക്കും മാറ്റണം, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്ന ഒരു ഫങ്ഷനാണ് ആരെന്ന് പറയുന്നത്? ടി. അതായത് നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെമ്പറേച്ചർ തരും. ആ ടെമ്പറേച്ചറിൻ്റെ മുകളിലോട്ട് ഈ ടി എന്ന് പറയുന്ന ഫങ്ഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരമായി കിട്ടുന്നത് എന്തായിരിക്കും സുഹൃത്തുക്കളെ? ഉത്തരമായി കിട്ടുന്നത് എന്തായിരിക്കും? മിണ്ടുന്നില്ല. അതിൻ്റെ ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും കിട്ടുന്നത്. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. TOC = 9C/5 + 32. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്തോ കണ്ടുപിടിക്കാനാണ്? പിന്നെ ദീപാകൃഷ്ണൻ, നമ്മുടെ ഹരിനന്ദല്ലയോ? ഹരിനന്ദനല്ലയോ? ദീപാകൃഷ്ണൻ
ആണ് സാർ. ഓക്കെ, ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തോ കണ്ടുപിടിക്കാനാ? TO0. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. TO0 ഈക്വൽ ഒന്നുമില്ല, രണ്ട് ഈ തന്നിരിക്കുന്നതിനകത്തിൽ സിയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കുക? സിയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കുക? 0. അപ്പം 9 × 0/5 + 32. 9 × 0 0/5 + 32. 0/5 എത്ര? 0 + 32. ആൻസർ 32. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ. എന്തുവാ 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകത? 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകതയൊന്നുമില്ല. നിങ്ങൾ ഈ 10ാം ക്ലാസ് ഒന്നും പാസ്സാവാതാന്ന് പിള്ളേരെ +1 വന്നിരിക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് ആര്? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ജലം തണുത്ത് ഐസായി മാറുന്ന ടെമ്പറേച്ചറാണ് ഇതെന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. ഈ 0 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിൽ വരുമ്പോൾ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? അതാ ഇപ്പൊ ചെയ്തു വെച്ചത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഒന്നാമത്തിന് അർത്ഥം പിടികിട്ടിയോ? അപ്പൊ എഴുതാത്തൊരു വേഗം ഒന്ന് എഴുതിയാട്ടെ. എഴുതി കഴിയുമ്പോൾ പറയണം. എഴുതാത്തവർ എഴുതി കഴിയുമ്പോൾ എന്നോട് വിവരം പറയണം. കഴിഞ്ഞോ? സുഹൃത്തുക്കളെ എഴുതി കഴിഞ്ഞോ? മിണ്ടുന്നില്ല. ഇല്ല. കഴിഞ്ഞു സാർ. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ കൂടെ എഴുതിക്കോണം. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനകത്ത് എന്താണ് ചോദിച്ചേക്കുന്നത്? ധന്യ രഞ്ജിത്ത് നമ്മുടെ കൃഷ്ണജിത്ത് അല്ലേ? രണ്ടാം സബ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. T(28). അപ്പോൾ എഴുതുക. എൻ്റെ കൂടെ എഴുതിക്കോണം. എഴുതാത്തവരെല്ലാവരും T(28). ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അപ്പം T(28) ഈക്വൽ 9 × മിണ്ടുന്നില്ല 28/5 പ്ലസ് 32. ഓക്കെ, കാൽക്കുലേറ്റർ ഉള്ളവരെല്ലാം കാൽക്കുലേറ്റർ എടുത്ത് ഗുണിച്ച് പറയുക. 28 × 9 എത്ര? 252. 252 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32. 252-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് ഉള്ള നമ്പർ വരും. അത് എത്ര വരും നോക്കിയാട്ടെ? 15.4. 15.4. അത് 50.4. അല്ലല്ല 50. 50.4 പ്ലസ് 32. ഇത് രണ്ടും ആഡ് ചെയ്ത് പറഞ്ഞേ. 82.4. 82.4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലെ 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റിലേക്ക് മാറുമ്പോൾ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് വരും? 82.4 ഡിഗ്രി ഫാരൻഹീറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ദിയാസ് ആരാണ്? സർ ദിയ ഷെരീഫ. അപ്പൊ ദിയ ഷെരീഫെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. T(-10). T(-10) എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ ദിയ ഷെരീഫ് എൻ്റെ കൂടെ സ്റ്റെപ്പ് പറയണം. പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ? ആൻസർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞ് എഴുതുക, പറയുക. എഴുതാത്തവർ എൻ്റെ കൂടെ എഴുതി പറയണം. പറഞ്ഞാട്ടെ. T(-10) is equal to 9 × -10/5
+32. +32. രണ്ട് ഈ 5ഉം ഈ 10ഉം കൂടെ വെട്ടിയാൽ 2 കിട്ടും. അപ്പോൾ -18. ആ -18 +32. -18 +32. അപ്പോൾ എന്തോ കിട്ടും? 14. 14 എന്ന് പറഞ്ഞാൽ എന്തോ ദിയ ഷെറീഫെ അർത്ഥം? ഡിഗ്രി സെൽഷ്യസിലെ -10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഫാരൻ ഹീറ്റിലേക്ക് മാറുമ്പോൾ എത്ര ഡിഗ്രി ഫാരൻ ഹീറ്റ് ആകും? 14 ഡിഗ്രി. 14 ഡിഗ്രി ഫാരൻ ഹീറ്റ് ആകും. ഓക്കെ, ശരി. ഇഷാൻ സാറുണ്ടോ? അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ എന്തോ പറയണ്ടേ? ഹലോ. ഹലോ സാർ ഉണ്ട്, അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ. എന്താണ് അതിൻ്റെ മൂന്നാമത്തെ മൂന്നല്ലല്ലോ, നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ? നാലാമത്തെ when value of c the value of c when t of c is equal to 212. T of c is equal to 212 എന്ന് പറഞ്ഞാൽ ഫാരൻ ഹീറ്റിലെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്ര ആണെന്ന് സുഹൃത്തുക്കളെ, എത്ര തന്നിട്ടുണ്ട്? 212. 212 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിന് കറസ്പോണ്ടിങ് ആയ ആരെ കണ്ടുപിടിക്കണം? കൊണ്ട് മിണ്ടുന്നില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയ ആരെ കണ്ടുപിടിക്കണം? ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് എഴുതിയാൽ മതി. അപ്പോൾ TOC = 212 നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതി. വിച്ച് ഇംപ്ലൈസ് എന്താണ് TOCയുടെ വില ഇഷാൻ സാർ? 9/5 9C/5 +32 = 212. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പറഞ്ഞത് എഴുതിയാൽ മതി. അപ്പോൾ 9C/5 = 212. ഈ +32 അപ്പുറത്ത് പോട്ടെ. -32. അപ്പോൾ 9C/5 = 212 നിന്ന് 32 കുറച്ചാൽ 212 നിന്ന് 32 കുറച്ചാൽ 180. 180. അപ്പം 9C = 5 × 180. ഈ 5 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം C = 5 × 180. പറ പിള്ളേരെ, 180 ഡിവൈഡഡ് ബൈ 9. രണ്ട് ഈ 9ഉം ഈ 180 കൂടെ വെട്ടിയാൽ 9 × 2 18, 20. 20 × 5 20 × 5 100 എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിഗ്രി ഫാരൻ ഹീറ്റിലെ 212 ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ആകും? 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. അപ്പം ഈ എത്ര ചോദ്യമായിരുന്നു? നാലാമത്തെ ചോദ്യം. 4. 4ന്റെ എല്ലാ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതാരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഇത് ആരെങ്കിലും എഴുതിയെടുക്കാനുണ്ടോ? ഉണ്ട് സാർ. എഴുതിയാട്ടോ. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ. എഴുതാത്തവർ എഴുതി കഴിയുമ്പോൾ എന്നോട് പോലും പറയണം.
കഴിഞ്ഞു സാർ. ഇനി ആരെങ്കിലും എഴുതി കഴിയാനുണ്ടോ? ഇനി ആരെങ്കിലും എഴുതി കഴിയാനുണ്ടോ? ഇല്ല. ഇല്ല സാർ. അപ്പൊ ഇത്രയല്ലേ ഞാൻ നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞേ? സാർ. ഓക്കെ. അപ്പൊ ഇനി എഴുതുക ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യമല്ലേ? അതെ. അപ്പൊ എഴുതിക്കോളൂ. സാർ. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് a range of the following real functions. Find the domain and range of the following real functions. ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ഉള്ളവർ നോക്കിക്കേ, അതല്ലേ മെയിൻ ക്വസ്റ്റ്യൻ? ആണ് സാർ. ഓക്കെ. അതിൻ്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ചോദ്യം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം സാർ. ഈ ഫംഗ്ഷന്റെ ഡൊമൈനും എഴുതണം, റേഞ്ച് എഴുതണം. എന്താണ് ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? അറിയാവുന്നവർ പറയുക, എന്താണ് ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ? മിണ്ടുന്നില്ല. ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തുവാണ്? ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് എന്റെ ചോദ്യം. എന്തുവാ എക്സോ എന്ന് വെച്ചാ? എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. എക്സ് എന്ന് താങ്കൾ പറയുന്നത് എന്താണ്? താങ്കൾ ഈ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ എക്സ് എന്ന് വെച്ചാൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതിയോ എന്നാണ് എന്റെ ചോദ്യം. സെറ്റ് എക്സോ? അതെന്തുവാ? നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡൊമൈൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വിലകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിന് പറയുന്ന പേരാണ് ഡൊമൈൻ. ഒന്നുകൂടെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തിലെ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വിലകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത് വളരെ ശോകമൂഖമാണല്ലോ പ്ലസ് വണ്ണിന്റെ ക്ലാസ്. ഇല്ല, മനസ്സിലായില്ല? ഇല്ല. അപ്പൊ ഇത്ര നോക്കാം. നമുക്കിപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇതിനകത്തിലെ എക്സിന് നമുക്ക് എന്തൊക്കെ വിലകൾ കൊടുക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് മോഡുലസ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതായത് ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുക, എന്നിട്ട് അതിനൊരു മൈനസ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറുകളുടെ മുകളിൽ അപ്ലൈ ചെയ്യാം? ഇത് ശരിയോ തെറ്റോ പിന്നത്തെ കാര്യം, അവനവൻ അറിയാവുന്നത് പറയുക. റിയൽ നമ്പേഴ്സ് 0 ഇല്ലാതെ. അതെന്താ? സീറോയുടെ മുകളിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അറിയത്തില്ല, ചെയ്ത് നോക്ക്. എഫ് ഓ 0 എന്ന് പറഞ്ഞാൽ മൈനസ് മോഡുലസ് ഓ 0 എന്ന് വരും ഉത്തരം. അപ്പം മൈനസ് മോഡുലസ് ഓ 0 എന്ന് പറഞ്ഞാൽ 0 ആണ് ഉത്തരം, 0 എന്ന് വരും. സീറോയുടെ മുകളിലും ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. മൈനസ് സീറോയ്ക്കകത്തില് മൈനസ് എടുക്കണം. കാരണം 0 എന്ന് പറയുന്ന നമ്പർ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ മൈനസ് 0 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉത്തരം എന്ത് വരും? 0 എന്ന് വരും. എന്ത് വരും? 0. അപ്പോൾ
ഈ ഫംഗ്ഷനകത്തിൽ എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് പകരം നിങ്ങൾക്ക് എന്തെല്ലാം വിലകൾ കൊടുക്കാം? ആ ചോദ്യത്തിന് ഉത്തരവായില്ല ഇതുവരെ. 10-22 പേരിരിക്കുന്ന ക്ലാസ്സാണ്, ആവിയില്ല അനക്കവും ഇല്ല. ഇതിനകത്തിലെ എക്സിന് ഏതൊക്കെ തരത്തിലുള്ള വിലകൾ കൊടുക്കാം? ആ, എല്ലാ റിയൽ നമ്പർ എല്ലാ റിയൽ നമ്പർ വിലകളും ആർക്ക് കൊടുക്കാം? ആർക്ക് കൊടുക്കാം? എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് കൊടുക്കാം. നിങ്ങൾ സൈഡിലോട്ട് നോക്കിക്കേ. എഫ് ഓഫ് 1 ഉത്തരം പറഞ്ഞാട്ടെ, ഞാൻ ചോദിക്കല്ലോ പിന്നെ ആരും മിണ്ടാതിരിക്കും. സഫ്നാസെ, എഫ് ഓഫ് 1ന്റെ വില ഒന്ന് പറഞ്ഞേ. എഫ് ഓഫ് 1ന്റെ വില പറഞ്ഞാട്ടെ. സഫ്നാസ്. മൈനസ് മോഡുലസ് 1. മൈനസ് മോഡുലസ് ഓഫ് 1. മൈനസ് അവിടെ നിൽക്കട്ടെ. മോഡുലസ് ഓഫ് 1 എത്ര? 1. ഓക്കെ. ആ, അപ്പോൾ ഹാഫിസെ, അടുത്ത നമുക്ക് എഫ് ഓഫ് 0 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ പറഞ്ഞാട്ട് ഉത്തരം. മൈനസ് 0. മൈനസ് മോഡുലസ് ഓഫ് 0. മൈനസ് മോഡുലസ് ഓഫ് 0. ആ, അപ്പോൾ ആൻസർ 0. കാരണം 0 നെഗറ്റീവ് നമ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അടുത്തത് എഫ് ഓഫ് -2 അല്ലെങ്കിൽ എഫ് ഓഫ് -1. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ജിതിനല്ല ദിയോട് ചോദിക്കാം. ദിയെ, എഫ് ഓഫ് -1 എന്തോ വരും? മൈനസ് മോഡുലസ് ഓഫ് -1. ആ, മൈനസ് മോഡുലസ് ഓഫ് -1 ഈക്വൽ മൈനസ് മോഡുലസ് ഓഫ് -1 എത്ര? 1. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് നമ്പറിൻ്റെ മുകളിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം, നെഗറ്റീവ് നമ്പറിൻ്റെ മുകളിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം, 0യുടെ മുകളിലും ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഡൊമൈനായിട്ട് ആരെ എടുത്തിരിക്കുന്നത്? എൻ്റെ പിള്ളേർ പിന്നെ റിയൽ നമ്പർ. ഇനി അടുത്തത് ഇതിൻ്റെ റേഞ്ചാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ റിയൽ നമ്പർ വിലകൾ എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള ഉത്തരങ്ങൾ കിട്ടുമല്ലോ. -1, 0, -1 ഇതുപോലുള്ള ഉത്തരങ്ങൾ കിട്ടുമല്ലോ. ഈ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. ക്ലിയർ ആയോ? പിള്ളേരുടെ ആ, ഓക്കെ. അപ്പോൾ അപ്പോൾ അങ്ങനാണെങ്കിൽ നമ്മൾ ഈ റിയൽ നമ്പർ വിലകൾ നമ്മുടെ ഈ ഫംഗ്ഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നവരാരൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കിക്കേ. അതിനാ ഞാനൊരു 3 എക്സാമ്പിൾ എഴുതി കാണിച്ചത്. നെഗറ്റീവ് നമ്പരും 0യും. ഒരിക്കലും ഉത്തരം എന്ത് വരുത്തില്ല? പോസിറ്റീവ്. കാരണം മോഡുലസ് എടുക്കുമ്പോൾ ഉത്തരം പോസിറ്റീവ് ആണ് വരുന്നത്, പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ എന്ത് കിടപ്പുണ്ട്? ചോദ്യത്തിൽ തന്നെ മൈനസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പോസിറ്റീവ് വീണ്ടും എന്തായി മാറും? നെഗറ്റീവ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് R നോട്ട് മൈനസ് ഈ R നോട്ട് മൈനസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതിയിട്ടോണം. സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. അതായത് 0 ഉൾപ്പെടെയുള്ള എല്ലാ നെഗറ്റീവ് റിയൽ നമ്പറുകളും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ?
മനസ്സിലായി സാർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ സാറേ എഴുതണ്ടായിരുന്നോ? എഴുതിയില്ലായിരുന്നു? എഴുതിയില്ലേ? ഹലോ, ഇല്ല സാർ. ഇതാണ്ട് എഴുതിക്കും. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. എഴുതി സാർ. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ആ, ഇപ്പൊ ക്ലാസ് എഴുതുന്ന എല്ലാവരും റെഡ് എങ്കിൽ വേണം ഇതിന്റെ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇല്ല സാർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് നേരിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ലീനിയർ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നമ്മൾക്ക് വിശദമായി പഠിക്കാനുള്ള ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അത് കുറച്ച് ക്ലിയർ ആയാലേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിലും വിഷമിക്കേണ്ട. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ തീരും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മതി. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ ഇന്നിക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കണക്കിൽ അഥവാ എന്തെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ലീനിയർ ഇന്നിക്വാളിറ്റി പഠിച്ചിട്ട് ഈ പ്രോബ്ലം ഒന്നുകൂടെ വായിക്കുമ്പോൾ നമ്മുടെ ഐഡിയ ക്ലിയർ ആകും. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അർത്ഥം എന്താന്ന് നമ്മുടെ കാർത്തിക് രാജിനോട് ചോദിക്കും. കാർത്തിക് രാജ്, ഈ ഫംഗ്ഷന്റെ അർത്ഥം എന്താണ് കാർത്തിക് രാജിന് മനസ്സിലായത്? കാർത്തിക് രാജ് ഇല്ലയോ? മിണ്ടുന്നില്ല. കാർത്തിക് രാജ്. മുഹമ്മദ് സയ്യിദിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ ഫംഗ്ഷനെ കുറിച്ച്? എന്താണ് ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്? എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ല, എലമെന്റിന്റെ മുകളിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ അതിന്റെ ഇത് വരുന്ന റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ എന്നായിരിക്കും. അങ്ങനെ പറയരുത്. നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്. ഒരു എലമെന്റിന്റെ മുകളിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ഉത്തരവെന്ന് പറയുന്നത് ആദ്യം ആ എലമെന്റിന്റെ സ്ക്വയർ എടുക്കണം. ആ എലമെന്റിന്റെ സ്ക്വയർ. ആ സ്ക്വയർ എത്രയിൽ നിന്ന് കുറയ്ക്കണം? 9 നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടും. ആ ആൻസറിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഒരു ഉദാഹരണം ഞാൻ സൈഡ് ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് എഫ് ഓഫ് 1 ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കാം. അപ്പൊ റൂട്ട് ഓഫ് 9 മൈനസ് 9
9 മൈനസ് 1 സ്ക്വയർ 1 സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് 1ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 ഈക്വൽ റൂട്ട് ഓഫ് 9ൽ നിന്ന് 1 കുറച്ചാൽ 8 റൂട്ട് 8 എത്രയാന്ന് കാൽക്കുലേറ്റർ നോക്കിയിട്ട് പറഞ്ഞേ. 2√2. അപ്പോ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായോ? ഹലോ, ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ റൂട്ടിനകത്ത് എന്തൊക്കെ നമ്പറുകൾ വന്നാൽ നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഈ റൂട്ടിനകത്ത് എന്തൊക്കെ നമ്പറുകൾ വന്നാൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും നവനീതേ? പെർഫെക്റ്റ് സ്ക്വയറോ? ഇതൊക്കെ എവിടുന്ന് പറയുന്നു മനുഷ്യ? റൂട്ടിനകത്ത് ഒരു പോസിറ്റീവ് നമ്പർ വന്നാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ശരിയാണോ? റൂട്ടിനകത്ത് 0 വന്നാൽ ഉത്തരം കണ്ടുപിടിക്കാം. ശരിയാണോ? ശരിയാണോ? പക്ഷേ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ, ബാക്കി നിങ്ങൾ പറയണം. വിശ്വഭാരതിക്കാരെയൊക്കെ കോംപ്ലക്സ് നമ്പറൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പൊ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ, റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ ഇവിടെ തൽക്കാലം 10ാം ക്ലാസ്സിൽ മറുപടി പറഞ്ഞാൽ മതി. റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനൊക്കെ 10ാം ക്ലാസ്സിൽ സോൾവ് ചെയ്യുമ്പോഴേ b² - 4ac വില നെഗറ്റീവ് വരുമ്പോൾ എന്തുവായിരുന്നു അവിടെ എഴുതി വെക്കുന്ന ഉത്തരം? അല്ല, നെഗറ്റീവ് നമ്പറിന് തൽക്കാലം റൂട്ടില്ല. നെഗറ്റീവ് നമ്പറിന് തൽക്കാലം എന്തില്ല? അപ്പൊ തൽക്കാലം നമ്മുടെ ഐഡിയയിൽ റൂട്ടിനകത്ത് 2 ആളുകൾക്ക് വരാൻ പറ്റും. ആർക്ക് 2 പേർക്ക്? ആർക്ക് 2 പേർക്ക്? പോസിറ്റീവ് നമ്പറിനും 0. ശ്രദ്ധിച്ചിരിക്കുക, ആരും ഒന്നും എഴുതി വെക്കരുത്. അപ്പോൾ 9 മൈനസ് x², ഞാൻ പറഞ്ഞു ഇത് ലീനിയർ ഇൻഇക്വാളിറ്റിയുടെ ഐഡിയയാണ്. എന്തേലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവർ വിഷമിക്കേണ്ട. ഇത് കഴിഞ്ഞ് നമ്മൾ ലീനിയർ ഇൻഇക്വാളിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഡൗട്ട് മാറും. ഈ 9 മൈനസ് x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ? കണ്ടോ? എന്താ എഴുതി വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം? ആ 9 മൈനസ് x² വില ഒന്നുകിൽ 0യേക്കാൾ വലുതായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്ത് നമ്പര്? പോസിറ്റീവ്. അല്ലെങ്കിൽ 9 മൈനസ് x² വില എന്താകണം? 0. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇതൊരു ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇത് ഒരു ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്തേ? x² = 0 - 9. അല്ല, 9 ഇവിടെ നിർത്തുന്നു. 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നേ, -x² ഇപ്പുറത്ത് വരുമ്പോ +x². അപ്പൊ തിരിച്ചെഴുതിയാൽ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്ന് പറയാമോ? ഈ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9ന്റെ അർത്ഥം ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഇല്ല.
ഇവിടെ എക്സ് സ്ക്വയർ ലെസ് ദാനോ എച്ച് സ്ക്വയർ 9 ഈക്വലോ ആ എച്ച് സ്ക്വയർ 9 ഈക്വലോ ആ 9 ചെറുതോ ആയിരിക്കും. ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ എടുക്കുന്ന നമ്പർ അല്ലേ? എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്പർ അല്ലേ? എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്പർ അല്ലേ? ആ നമ്പറിന്റെ സ്ക്വയർ 9 9 ചെറുതോ ആകണം എന്നല്ലേ അർത്ഥം? നമ്മൾ എടുക്കുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ആ സ്ക്വയർ 9 9 ചെറുതോ ആകണം എന്നല്ലേ അർത്ഥം? അതെ. ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എക്സ് വിലകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 3 മൈനസ് 3. ശ്രദ്ധിക്കാം. ഇങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വരയ്ക്കുന്ന 9ാം ക്ലാസ്സിൽ ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ നമ്പർ ലൈനിലെ 3 കണ്ടോ? കണ്ടു. ഈ നമ്പർ ലൈനിലെ -3 കണ്ടോ? കണ്ട്. ഇതിനിടയിലുള്ള നമ്പറുകൾ കണ്ടോ? ഇതിനിടയിലുള്ള നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് 0ഉം 1ഉം -1ഉം -2 മാത്രമല്ല. നിങ്ങൾക്കറിയാം ഇതിനിടയിലൊക്കെ എണ്ണിയാൽ തീരാത്ത അത്രയും നമ്പറുകൾ ഉണ്ട്. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം വലത്തെ അറ്റത്ത് തുടങ്ങിയാണ് 3യുടെ സ്ക്വയർ എത്ര? 9. അപ്പൊ അത് 9നോട് ഈക്വൽ ആണല്ലോ, ആണോ? അതെ. അടുത്ത നമ്പർ 2ന്റെ സ്ക്വയർ 4. ഈ 4 എന്ന് പറയുന്നത് 9നേക്കാൾ ചെറുതല്ലേ? അതെ. അടുത്ത നമ്പർ 1ന്റെ സ്ക്വയർ 1 9നേക്കാൾ ചെറുതല്ലേ? അതെ. അതെ. അതിന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പർ -1ന്റെ സ്ക്വയർ 1 9നേക്കാൾ ചെറുതല്ലേ? 9നേക്കാൾ ചെറുതല്ലേ? അതെ. ഓക്കെ. അടുത്ത നമ്പർ -2ന്റെ സ്ക്വയർ 4 എത്രനേക്കാൾ ചെറുത്? 9നേക്കാൾ ചെറുത്. അടുത്തത് -2ന്റെ സ്ക്വയർ 4 9നേക്കാൾ ചെറുതല്ലേ? അടുത്തത് -3യുടെ സ്ക്വയർ 9 9നോട് ഈക്വൽ അല്ലേ? എന്ന് നിങ്ങൾ നോക്കിക്കേ. ഈ 3 കഴിഞ്ഞിട്ട് ഉള്ള ഒരു നമ്പറാണ് 4. 4ന്റെ സ്ക്വയർ എടുത്താൽ എത്ര വരും? 16. 16 9നേക്കാൾ ചെറുതാണോ? അല്ല, വലുതാ. അല്ല. -3ന്റെ ഇടതുവശത്തുള്ള മറ്റൊരു നമ്പറാണ് -4. -4ന്റെ സ്ക്വയർ എടുത്തേ. 16. ഈ 16 എന്ന് പറയുന്നത് 9നേക്കാൾ ചെറുതാണോ? അല്ല, വലുതാ. അപ്പൊ സ്ക്വയർ എടുത്താൽ കിട്ടുന്ന ഉത്തരം 9 9നേക്കാൾ ചെറുതോ വരണമെങ്കിൽ എക്സിന്റെ വില എവിടം മുതൽ എവിടം വരെയുള്ള വിലയെ പറ്റൂ? -3 മുതൽ 3 വരെ. -3യും +3യും ഉൾപ്പെടെ അതിനിടയിലുള്ള ഏത് വിലയുടെ സ്ക്വയർ എടുത്താലും കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 9 ആയിരിക്കും, അല്ലെങ്കിൽ 9നേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഇനി പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പേടി തോന്നും, വിഷമിക്കണ്ട. ഇത് വായിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -3 എന്നാണ്. എന്താണ് എങ്ങനെ വായിക്കുന്നേ? ക്ലോസ്ഡ് ഇന്റർവെൽ -3 എന്ന് പറഞ്ഞാൽ അർത്ഥം
നമ്പർ ലൈനേലെ -3യും +3യും ഉൾപ്പെടെ അതിനിടയിലുള്ള എല്ലാ വിലകളും കൂടെ ചേരുന്ന സെറ്റിനെയാണ് നമ്മൾ കണക്കിൽ എങ്ങനെ എഴുതുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 എന്ന് എഴുതുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ആയി സാർ. ഇതെല്ലാവരും ബുക്കിലോട്ടൊന്ന് എഴുതിയാട്ടെ. ഇത് എല്ലാവരും ബുക്കിലോട്ട് എഴുതുക. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ. ഇത് എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം. നമ്പറിലേയും വരയ്ക്കണം. ആ നമ്പറിലേയും വരയ്ക്കണം. വരച്ചെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. എഴുതി സാർ. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആ അടുത്തത് ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച്. റേഞ്ച് കണ്ടുപിടിക്കും. എന്താണ് റേഞ്ച്? ആ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബോക്സ് ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ബോക്സ് ഒക്കെ വരയ്ക്കാവൂ. ഇപ്പം ഞാൻ പറയുന്നത് എഴുതുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പം ഞാൻ ഒരു ബോക്സ് വരയ്ക്കുന്നു. ആ ബോക്സിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്ന 2 പേരെയാണ്. ഒന്ന് എക്സ്, 2 എഫ് ഓഫ് എക്സ്. കാൽക്കുലേറ്റർ ഉള്ളവരെല്ലാവരും കാൽക്കുലേറ്ററോടൊന്ന് എടുത്തു വെക്കണം. കാൽക്കുലേറ്ററിൻ്റെ സഹായം ഉണ്ട്, നമുക്ക് വേഗം ഉത്തരം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകൾ പറഞ്ഞായിരുന്നു. -3, -1, 0, 1, 3. എന്ന് വെച്ചാൽ അർത്ഥം ഈ വിലകൾ മാത്രമേ കൊടുക്കാവൂ എന്നല്ല. റിയൽ നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ സാർ ആ സാറേ എന്റെ വൈഫൈ ഒന്ന് കട്ടായി പോയായിരുന്നു. അത് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പോഴാ റെഡിയായ. കുഴപ്പമില്ല, ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അയച്ചു തരാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എക്സിന് -3, -2, -1, 0, 1, 2, 3 എന്ന വിലകളെ കൊടുത്തുള്ളൂ എന്ന് കരുതിയാൽ അതിൻ്റെ അർത്ഥം അത്രയും വിലകളല്ല എക്സിന് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെയോ എൻ്റെ പിള്ളേർ മിണ്ടായിരിക്കുന്നു. പിന്നെയോ ഈ നമ്പറുകളുടെ ഒക്കെ ഇടയിൽ എണ്ണിയാൽ തീരാത്ത അത്രയും റിയൽ നമ്പറുണ്ട്. ആ വിലകളൊക്കെ ആർക്ക് കൊടുക്കാം? എന്തോ ഒരു പിള്ളേരാണ്. ആ വിലകളൊക്കെ ആർക്ക് കൊടുക്കാം? എക്സിന് കൊടുക്കാം. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ മാത്രം എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സിന് -3 കൊടുത്താൽ കിട്ടുന്ന ഉത്തരം എന്ത് വരുമെന്നൊന്ന് പറഞ്ഞേ. എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് -3 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ശരിയാണോ? നമുക്ക് നോക്കാം. എക്സിന് നമ്മൾ -3 കൊടുക്കുമ്പോൾ എഫ് ഓഫ് -3 = √9 -3യുടെ സ്ക്വയർ √9 -3യുടെ സ്ക്വയർ 9. അപ്പോൾ √0 ഉത്തരം ഉത്തരം 0. ഇനി നമ്മൾ എക്സിന് എത്ര കൊടുക്കണം? അടുത്ത വില
എക്സിന് അടുത്ത വില എത്ര കൊടുക്കണം? -2. അപ്പോൾ ഒന്ന് കൊടുത്ത് പറഞ്ഞാട്ടെ. എഫ് ഓഫ് -2. പറഞ്ഞോ. എഫ് ഓഫ് -2 ഈക്വൽ പറ പിള്ളേരെ. എഫ് ഓഫ് -2 ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് 9 മൈനസ് 4. -2 സ്ക്വയർ. -2 സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് -2 സ്ക്വയർ എത്ര സൂര്യ സുനന്ദ? -2 സ്ക്വയർ എത്രയാണ്? മിണ്ടുന്നില്ല. എത്ര ശബരി? ശബരി -2 സ്ക്വയർ എത്രയാണ്? 4. ശബരി മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. റൂട്ട് ഓഫ് 9 ൽ 4 കുറച്ചാൽ 9 ൽ നിന്ന് 4 കുറച്ചാൽ 5. ശബരി കാൽക്കുലേറ്ററിൽ ഒന്ന് പറഞ്ഞേ. റൂട്ട് 5 എത്ര? റൂട്ട് 5 എത്ര? 2.23. മതി. ഓക്കെ. 2.23. അപ്പൊ നമ്മൾ ആ വില ഇങ്ങോട്ട് എഴുതി. 2.23. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എഫ് ഓഫ് -1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. റൂട്ട് ഓഫ്. അപ്പൊ ഷിനാസ് ഒന്ന് പറഞ്ഞേ. എഫ് ഓഫ് -1 എത്ര ഷിനാസേ? ഷിനാസ് സാർ പറഞ്ഞു സാർ കേട്ടില്ല. എഫ് ഓഫ് -1 എത്ര? അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? സ്റ്റെപ്പ് പറഞ്ഞേ. സാറേ പറഞ്ഞാട്ടെ. ഈ എഫ് ഓഫ് -2 2.23 അല്ലേ? അതിന് പറയ റൂട്ട് 5 എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? അല്ലല്ല, വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2.23 എന്ന് എഴുതിച്ചേക്കുന്നത്. അല്ല, റൂട്ട് 5 എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? അല്ലെന്ന്. ആ 2.23 എന്ന വില എഴുതിച്ചത് ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് ഉള്ള വില എഴുതിച്ചേക്കുന്നത്. അപ്പൊ എഫ് ഓഫ് -1 പറഞ്ഞ ഷിനാസേ. സാറെ കാണാൻ പറ്റുന്നില്ല സാർ, റേഞ്ച് കിട്ടുന്നില്ല. കാണാൻ പറ്റുന്നില്ല. ഷിനാസ് പറഞ്ഞ് എനിക്ക് ഇവിടെ വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ റേഞ്ച് ഇല്ലായിരിക്കുന്നത്? കാണാൻ പറ്റും, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഷിനാസിന് സ്ക്രീനേ കാണാൻ പറ്റുന്നില്ല. ഇല്ല, നെറ്റ് സ്ലോയാ. ഓക്കെ. അക്സയ്ക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? അക്സയ്ക്ക് ഇനി സ്ക്രീൻ കാണാൻ പറ്റുന്ന ആരുണ്ടോ നോക്കട്ടെ. ആദിദേവിന് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആദിദേവ്. പറഞ്ഞാട്ടെ. അപ്പൊ എഫ് ഓഫ് -1 പറഞ്ഞാട്ട് എന്താ ഒരു ഉത്തരം? റൂട്ട് ഓഫ് ഇവിടെ എഫ് ഓഫ് എക്സിനകത്തിലെ എഫ് ഓഫ് എക്സിനകത്തിലെ റൂട്ട് ഓഫ് എഫ് ഓഫ് -1 ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് -1 സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 9 മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് 1 ഈക്വൽ റൂട്ട് ഈക്വൽ റൂട്ട് 8. എത്ര റൂട്ട് 8? നോക്കട്ടെ, ഒരു സെക്കൻഡ്. റൂട്ട് 8 ഈക്വൽ സാറിന്റെ ഉത്തരം തെറ്റിപ്പോയി. സെക്കൻഡ് സാർ ഇത് വല്ല അബാക്കസെ വല്ലതും ചെയ്യുന്ന കാൽക്കുലേറ്ററിൽ വെഞ്ച് ചെയ്യുന്ന റൂട്ട് 8 കണ്ടുപിടിക്കാൻ 2.8 മതി. 2.82 ഓക്കെ. അപ്പോ 2.82. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതിയ ഉത്തരം 2.82.
ഓക്കെ. അപ്പോൾ അടുത്തത് ആദിനാഥ് ഉണ്ടോ? ആദിനാഥ്. അപ്പോൾ ആദിനാഥ് നമുക്ക് ഇനി അടുത്തത് FO0 ഒന്ന് കണ്ടുപിടിക്കാം. FO0 എന്തോ വരും പറഞ്ഞാട്ടെ. F0 is equal to root 9 minus 0 square. Equal is equal to root 9 minus 0. Equal root 9. Answer. Plus or minus 3. Minus 3 എന്നെഴുതും. ഉത്തരം തെറ്റാ. ഇവിടെ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് വാല്യൂ എടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മളൊരു ആരോ ഡയഗ്രം വരയ്ക്കും. നമുക്കിപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 0യുടെ മുകളിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാനിപ്പോൾ +3 എടുത്തുള്ളൂ. എന്തുകൊണ്ടാണ് -3 എടുക്കാമെന്ന് ചോദിച്ചാൽ 0 - 3 0 + 3 എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലയോ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 0 - 3 0 + 3 എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു എലമെന്റിന് 2 ഇമേജ് വന്നാൽ അത് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് നമുക്ക് ഏത് വില എടുക്കാൻ പറ്റൂ? ഏതെങ്കിലും ഒരു വില. അതായത് നമ്മൾ +3 എന്നുള്ള വില മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ. എടേ, ഈ നെഗറ്റീവിന് കിട്ടുന്ന അതേ ഉത്തരം തന്നെ ആയിരിക്കത്തില്ലേ പോസിറ്റീവിനും കിട്ടുന്നത്? അതെ. അപ്പൊ 1ന്റെ ഉത്തരം എന്തായിരിക്കും? എന്തായിരിക്കും അഭയദേവേ 1ന്റെ ഉത്തരം? √8. അതായത് 2.82 അല്ലേ? ഓക്കെ. എന്തായിരിക്കും 2ന്റെ ഉത്തരം അഭിനവ് കൃഷ്ണ? -2ന് എന്ത് ഉത്തരം കിട്ടിയോ അത് തന്നെ. 2.23. ഓക്കെ. അടുത്ത അത് തന്നെ 2.23. ഓക്കെ. അഭിനവ് എസ് 3യുടെ ഉത്തരം എന്തായിരിക്കും? അഭിനവ് എസ് 0. ഈ ടേബിൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ടേബിൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ റേഞ്ച് എഴുതാൻ പോകുന്നത്. ഒറ്റ സ്റ്റെപ്പോടെ ഉള്ളൂ റേഞ്ച്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആ f(x)ന്റെ കോളം ഒന്ന് നോക്കിക്കേ. ആ കോളത്തിലെ ഏറ്റവും കൂടിയ വില എത്ര? ആ കോളത്തിലെ ഏറ്റവും കൂടിയ വില എത്രയാണ്? 3. ഏറ്റവും കുറഞ്ഞ വിലയോ? 0. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വിലകൾ നോക്കിക്കേ. അത് 0ക്കും 3ക്കും ഇടയ്ക്കുള്ള വിലകളല്ലേ? അതെ. ഓക്കെ. അതിന് നമ്മൾ എഴുതി നോക്കും. ക്ലോസ്ഡ് ഇന്റർവെൽ 0-3. ഇതെങ്ങനെയാ വായിക്കുന്നേ? എങ്ങനെയാ വായിക്കുന്നേ? ഉണ്ടെന്നില്ല. ക്ലോസ് ഇന്റർവെൽ 0-3 എന്ന് പറഞ്ഞാൽ 0യും എടുക്കും 3യും എടുക്കും, അതിനിടയിലുള്ള വിലകളും എടുക്കും. അതിന് പറയുന്ന പേരാണെന്ത്? ക്ലോസ്ഡ് ഇന്റർവെൽ 0-3. പിടികിട്ടിയോ? പിടികിട്ടിയോ? എഴുതിയാട്ടെ.